ഹലോ. അപ്പോൾ ഇതൊരു മാച്ചിൻ്റെ മാത്രമില്ല കേട്ടോ, ഒരു 2-3 കളിയുടെ ക്ലിപ്സാണ്. ഇതിൽ കംപ്ലീറ്റ് കോൾ വന്നിട്ട് ആകെ ഒരുമാതിരി അലമ്പായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചത്തു കേട്ടോ. ഇപ്പം ഞാൻ വീണ്ടും ചാവുന്നിട്ട് വേറെ മാച്ച് ഞാൻ സ്റ്റാർട്ടാക്കും. കാരണം കോൾ വന്നിട്ട് ബാക്ക് ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് സൗണ്ടൊന്നും കിട്ടിയില്ല. ഒരു സ്കോർ തന്നെ ഉണ്ടായിരുന്നു അവിടെ. സ്ക്രീനിൽ നിന്ന് കയറിയതാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം തന്നെ ചത്തു. എനിക്ക് റീകോൾ കിട്ടിയില്ല, ടീമേറ്റിന് റീകോൾ എടുക്കാൻ പറ്റിയില്ല. അവനെ ഒരു പമ്പൊന്ന് പാകം. ഇന്നത്തെ മാച്ച് എന്ത് കോപ്പാണോ കാണിക്കണേ. ഞാൻ ഗണ്ണുള്ളവനെ ഇടിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ ഗണ്ണ് പിക്കാവുന്നില്ല പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അവനെ കുത്തിക്കൊന്നു. ആ കത്തിയുടെ വരുന്നില്ലാന്നേ. അവസാനം അവൻ എന്നെ കത്തിയെടുത്ത് മതി. എന്തോ പൊട്ടൻ്റെ എന്തോ ലക്ക് അവന് കിട്ടിയില്ല എന്നെ. ആ ചാടമായിരുന്നു ഇവിടെ. അതിൽ കില്ലൊക്കെ കുമ്മ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ. എനിക്കൊന്നും കിട്ടിയില്ല. അതേ എനിക്ക് നോക്കുമ്പോൾ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു ക്യാമ്പർ. അങ്ങനെ ഇതായി. പക്ഷേ അതിലേക്ക് കോൾ വന്ന് കംപ്ലീറ്റ് ബാക്ക് ഫുൾ കോളറിൻ്റെത് കാരണം. എന്നിട്ട് ഞാൻ ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ ഈ മാച്ച് കണ്ടൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്ങിന്. പക്ഷേ ഈ മാച്ച് കംപ്ലീറ്റ് പോയി എന്നുള്ളതാണ്. ഫുൾ സെർവർ ഇഷ്യൂസ് ആയിരുന്നു. കരുനാക്കൻ്റെ ഇത് ഞങ്ങളുടെ ബ്ലൂമോന് കരുനാക്കാണ്. അല്ല പിന്നെ കോപ്പൻ അവസ്ഥ. അവൻ ചത്തു കിട്ടും അതിൽ. കാരണം എനിക്ക് സെർവർ ഇഷ്യൂ ആയിട്ട് അവിടെ ഞാൻ സ്റ്റക്കായി നിന്നു. ആ സമയം കൊണ്ട് ഇവൻ ഒരൊറ്റ സെക്കൻഡ് വ്യത്യാസത്തിലാണ് അവനെ കംപ്ലീറ്റ് ഞെക്കി അങ്ങ് വിട്ട് അവസ്ഥ. ഈ മാച്ച് കാരണം എനിക്ക് കളിക്കാനൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് ഇത് തന്നെയായിരുന്നു. സെർവർ ഇഷ്യൂ ഒക്കെ മാറി പറഞ്ഞിട്ട് ഇവിടെ നിന്നത്. ഇവിടെ ഓഫ്ലൈനിൽ ഇങ്ങനെ നിന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്നെ കൊന്നിട്ട് കണ്ടോ ഒരു മോഡ് ക്യാമ്പർ. ഇനി ഞാൻ ഇറങ്ങുമ്പോൾ ആണ് അതിലും വലിയ രസം. ഞങ്ങൾ കോൺട്രിബ്യൂഷൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ അത് സെർവർ ഹാക്ക് ചെയ്തിട്ട് ഇത് എങ്ങനെ പോകും. എനിക്ക് മാത്രമേ ടീമിൽ വന്നുള്ളൂ. ഇപ്പോൾ ഡ്രോപ്പ് കൊണ്ടപ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റില്ല. പക്ഷേ അത് അതിന് മൂഞ്ചലായിരുന്നു കേട്ടോ. ഇതാണ് അവസ്ഥ. ഞാനിങ്ങനെ ഏറെ കൂടെ പറഞ്ഞു